നമസ്കാരം. യൂറോപ്പ് മലയാളി ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ലോക കേരള സഭയിൽ പങ്കെടുക്കാനെത്തിയ പ്രവാസി മലയാളികളുടെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. അത് ഇവിടെ തുടരുകയാണ്. ലോക കേരള സഭയുടെ വിശേഷമെന്ന് പറയുന്നത് ഒരു എനർജി എന്ന് പറയുന്നത് പ്രവാസി മലയാളികൾ ഒരുമിച്ച് കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ നമുക്ക് ഒരു അതിഥിയെ ലഭിച്ചിരിക്കുന്നത് പ്രവാസി മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഗൾഫാർ മുഹമ്മദ് അലി. Thank you for asking me to come on to this show. ലോക കേരള സഭ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. ആദ്യമായിട്ട് തുടങ്ങുന്നത് പ്രവാസ ഭാരതീയ സമ്മേളൻ എന്ന് പറഞ്ഞിട്ട് 2003 വാജ്പേയി ഗവൺമെന്റ് ഉള്ളപ്പോൾ തുടങ്ങുന്നത്. ഇന്ത്യയുടെ മൊത്തമായിട്ട് ആദ്യമായിട്ട് പ്രവാസി സമ്മാന അവാർഡ് കിട്ടുന്നത് എനിക്കാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ കേരള പ്രവാസ ലോകം. ഈ പ്രവാസികളിൽ തന്നെ ഒരു വലിയൊരു വിഭാഗം കേരളക്കാരാണല്ലോ. അപ്പോൾ ഈ ആൻഡ് കേരളയുടെ എക്കോണമി, ഇന്ത്യൻ എക്കോണമി ആൾസോ വാസ് സപ്പോർട്ടഡ് ബൈ നമ്മുടെ പ്രവാസീസ്. അതിൽ കേരളത്തിൻ്റെ പങ്ക് വലുതാണ്. കേരളത്തിലെ ഇപ്പോൾ ഏകദേശം 20 ലക്ഷം ആൾക്കാർ പുറത്തുണ്ട്. അവരുടെ മണി ഓർഡറും എല്ലാം കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവൺമെന്റിന്റെ എക്കോണമിക്കലി ഒരു വലിയൊരു പങ്ക് അത് വഹിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു ക്ഷേമം പദ്ധതി എന്ന നിലയ്ക്ക് അവർക്ക് ഒരു നന്ദി പറയുകയും അവരെ ഒന്ന് അടുപ്പിച്ച് നിർത്തുകയും കേരളത്തിൽ അവരുടെ ആവശ്യങ്ങൾ നേരിട്ട് പറഞ്ഞ് അറിയുവാനും അവർക്കൊരു ഉത്തേജനം നൽകാനും ഒരു ധൈര്യം നൽകാനും അവിടെ ചീഫ് മിനിസ്റ്ററും മന്ത്രിമാരും എല്ലാവരും ഉള്ളപ്പോൾ അത് അവർക്ക് വലിയൊരു ആവേശം തന്നെയാണ്. അവർക്ക് വലിയൊരു what I say that it is a strength for them. Okay, I can speak to the chief minister at the time, at least if not today and tomorrow. That is a strength, and this LKS provides that. That provides them a venue and a strength that I can speak to CM or the concerned minister, and there will be Norca is there, and the Norca people will be there, and they will take up the issue. Whatever may be the result, there will be someone to take up. നമ്മൾ പറയുന്നത് കേൾക്കാൻ തന്നെ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമാണ്. നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്ന ഒരു ഗവൺമെന്റും അതിനെ മന്ത്രിമാരും ചീഫ് മിനിസ്റ്ററും മറ്റൊരു ഡിപ്പാർട്ട്മെന്റും ഒരു വലിയൊരു സ്വാതന്ത്ര്യമാണ്. മനുഷ്യന് ഒരു വലിയൊരു സമാധാനം കിട്ടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പൊ 103 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ എക്സ്പീരിയൻസ്. അതായത് ഇപ്പൊ താങ്കളെ പോലെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയുന്ന വെച്ചാൽ വലിയ പ്രോജക്റ്റുകൾ വരെ എടുക്കാൻ കഴിവുള്ള മലയാളികൾ എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് എയർപോർട്ടുകളുടെ പ്രോജക്റ്റുകൾ അങ്ങനെ തുടങ്ങി ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ, ലോകത്തുള്ള പ്രോജക്റ്റുകൾ ചെയ്യുന്നത് കൂട്ടത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് താങ്കൾ. അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് എവരുമായിട്ട് ഷെയർ ചെയ്യാനും കഴിയുന്നുണ്ടല്ലോ. ഇത് നമ്മളുടെ മിഡിൽ ഈസ്റ്റിൽ ആണല്ലോ നമ്മൾ കൂടുതൽ പ്രവാസം മിഡിൽ ഈസ്റ്റിലേക്കാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റ് വാസ് ആൾവേസ് എ സെൻറ്റർ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജി ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അപ്പോൾ അതിൽ നിന്ന് പല അനുഭവങ്ങളും പാഠങ്ങളും പരിചയങ്ങളും ഒക്കെ നമ്മൾക്ക് അവിടെ നിന്ന് പഠിച്ച് അത് നമ്മളുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് എൻജിനീയറിംഗ് മേഖലയിലായാലും കൺസ്ട്രക്ഷൻ മേഖലയിലായാലും ടൂറിസം മേഖലയിലായാലും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഒക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് അതിൽ ഉൾക്കൊണ്ട് നമ്മൾക്ക് ഇവിടെ പ്രാവർത്തികമാക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു ഡയറക്റ്റ് ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിലും അത് പേഴ്സണൽ ട്രാൻസ്ഫർ ഓഫ് നോളജ് ത്രൂ പേഴ്സണൽസ് ഹു വർക്ക് ദെയർ ആൻഡ് ഹാവ് ഗോട്ട് ദി എക്സ്പീരിയൻസ്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രം നിന്നിരുന്നെങ്കിൽ നമുക്ക് ആ ലെവലിൽ ചിന്തിക്കാനോ അത്തരം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒരു പക്ഷേ കഴിയുമായിരുന്നില്ല എന്നാണ് വിശ്വസിക്കേണ്ടത്.
ഏതൊരു കാര്യത്തിനും നമ്മൾക്ക് capital is an important factor. That capital was not available for Kerala or India at those times. ഇപ്പൊ 91 ശേഷമാണല്ലോ ഈ റിഫോംസ് ഒക്കെ വന്നത്. ഈ ക്യാപിറ്റൽ വാസ് അവൈലബിൾ ടു ഇന്ത്യ ഇറ്റ്സെൽഫ്. അന്ന് NRI ഡെവലപ്മെന്റ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് 91 മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ NRI ഡെവലപ്മെന്റ് ബോണ്ട്, അതുവഴിയാണ് 4.6 ബില്യൺ മറ്റോ കളക്ട് ചെയ്തത്. അതിൽ 75% വാസ് കളക്ടഡ് ഫ്രം ദ മിഡിൽ ഈസ്റ്റ്. അതിലെ പാർട്ടിസിപ്പന്റ് 75% ആർ കേരളൈറ്റ്സ്. ഇത് ഫൈനാൻസ് മിനിസ്റ്റർ തന്നെ അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് നമ്മൾക്ക് ക്യാപിറ്റൽ വാസ് നോട്ട് അവൈലബിൾ. Then with that capital we have developed, we started using that capital and we developed India. India is, since 91 India is developing. When there was a technology and finance and capital and human resources, and all this has helped us to progress to this stage. അന്ന് നമ്മൾ എല്ലാം പ്രവാസം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാം മിഡിൽ ഈസ്റ്റിനെ മാത്രമായിരുന്നു. ഇന്ന് പ്രവാസത്തിന്റെ മൊത്തം മാറിയല്ലോ. അതിപ്പോ ഇന്നിപ്പോ ലോകത്തിൽ എവിടെ പോയാലും മലയാളികളില്ലാതെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറെ കൂടുതലുണ്ട്. ഇപ്പൊ ഒന്നുകിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവരുണ്ട്. ഇന്നിപ്പോ കേരളത്തിൽ തന്നെ എത്ര കുട്ടികളാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നത്. അതൊക്കെ നമ്മൾക്ക് ഇവിടെയൊക്കെ ചെയ്യാവുന്നതൊക്കെ തന്നെയുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഇത് യഥാർത്ഥത്തിൽ ഇവിടെയും നമുക്കൊരു എന്താണ് വിദ്യാഭ്യാസ ഹബ്ബ് സാധ്യമാണ് അല്ലേ? നമ്മൾക്ക് ഇന്ന് കേരളത്തിൽ നമ്മളുടെ വി ആർ നോട്ട് യൂട്ടിലൈസിങ് അവർ സോഫ്റ്റ് പവർ കംപ്ലീറ്റ്ലി. നമ്മൾ പറയും ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, ഇൻഡസ്ട്രിക്ക് സൗകര്യമില്ല. ഇൻഡസ്ട്രി സൗകര്യമില്ല എന്നുള്ളത് നമ്മളും സമ്മതിക്കാവുന്നതാണ്. പക്ഷേ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഷിപ്പ് യാർഡ്, നമ്മൾക്ക് ഇത്രയും വാട്ടർ വേ ഉണ്ട്. ഇപ്പൊ നമ്മളതിൽ ഒരു കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്. പണ്ട് കാലം മുതലേ നമ്മൾ ഈ ബോട്ടും കപ്പലുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ്. അന്ന് ഇവിടെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും നമ്മളാണ് ആ ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രി നമ്മൾക്ക് റിവൈവ് ചെയ്യാവുന്നുള്ളൂ. അതിന് നമ്മൾക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വലിയ ലാൻഡ് അക്വസിഷൻ ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ വിഴിഞ്ഞത്ത് പോർട്ട് വന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ വളരെയധികം ഉണ്ടാവും. അവിടെ നമുക്കൊരു ഡ്രൈ ഡോക്ക് വരാം, ബോട്ട് ബിൽഡിംഗ് വരാം, ഷിപ്പ് ബിൽഡിംഗ് വരാം. അങ്ങനെ നമ്മളുടെ ആ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമ്മൾക്ക് പലവിധ സൗകര്യങ്ങളും ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അതിന് അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഹബ്ബ് നമ്മൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും കേരള കുട്ടികളാണ് അവിടെ പഠിക്കാൻ പോകുന്നത്. 5-10 ലക്ഷം റുപ്യ അവർ ചെലവ് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ നിന്ന് മെഡിക്കൽ എഡ്യൂക്കേഷനും കർണാടകയിലും മറ്റുള്ളടത്തും പോയി, ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തും പോയി. അതൊക്കെ നമുക്ക് ഇവിടെ അസർബൈജാനിൽ പോകുന്നു, ജോർജിയയിൽ പോകുന്നു, അവിടെയൊക്കെ ചെന്ന് മലയാളി കുട്ടികളുണ്ട്. അവരെ പാർട്ട് ടൈം ഹോട്ടലിൽ ജോലി ചെയ്യും, പഠിക്കുകയും ചെയ്യും. പക്ഷേ അത് നല്ല കാര്യമാണ്. പക്ഷേ അതൊക്കെ നമ്മൾക്ക് ഇവിടെ ചെയ്യാവുന്നതുള്ളൂ. ഇവിടേക്ക് നമ്മൾ കുട്ടികളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ അവിടെ പോകുമ്പോൾ ദാറ്റ് വാസ് എ റോങ് മെസ്സേജ്. അതെ, തീർച്ചയായിട്ടും. അതെ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊന്ന് അഡ്വൈസ് ചെയ്യാനെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനെങ്കിലും പറ്റിയ ഒരു സ്ഥലമല്ലേ ഈ ലോക കേരള സഭ? ഞാൻ പറയുന്നത് തീർച്ചയായും ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാവുന്ന ഒരു വേദിയാണ്. പക്ഷെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ആർജവം വേണം. അതിന് ബിയോണ്ട് പൊളിറ്റിക്കൽ
means. Politics should not be play the game. It should be beyond politics. ഇത് ഞാൻ കഴിഞ്ഞ ലോകസഭയിൽ കേസിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിന് ഒരു വിഷൻ വേണം. സ്റ്റേറ്റ് ഷുഡ് ഹാവ് എ വിഷൻ, നോട്ട് എ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് LDF or UDF. The state should have a vision which is an agreed vision by the people of Kerala, for example, and whoever the government there should be the implementing agency, and how fast they implement each of this vision, how much they are doing it, that should be measured. അതാണ് ഞാൻ വെച്ച കഴിഞ്ഞ ലോകസഭയിൽ എൻ്റെ ലോകസഭയ്ക്ക് മുമ്പ് ഞാൻ വെച്ചൊരു എൻ്റെ ഒരു ഐഡിയ ഞാൻ വരുന്നു. അപ്പം നമ്മളിപ്പോൾ വിദേശത്ത് പോയിട്ട് ഇപ്പോൾ പല രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടെന്നാണ് നമ്മളുടെ ഈ ചർച്ചകളിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. അതായത് വരുന്നു എന്നും പ്രാരാബ്ധമായിട്ട് തന്നെ വിദേശത്ത് നിന്ന് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ല, അതിൽ നിന്നും ഒരു 5% 10% ആൾക്കാർ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്നുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവർക്ക് നമ്മളൊരു അഡ്വൈസ് കൊടുക്കണം? എന്തുകൊണ്ടായിരിക്കാം? 90-ന് ശേഷമാണ് നമ്മളുടെ ഈ അഡ്വാൻസ്മെന്റ്, കൂടുതൽ എക്കണോമിക് ലിബറലൈസേഷനും ആ പോളിസിയും വന്നപ്പോഴാണ് നമ്മൾക്ക് ഈ മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ അതിന് മുന്നു വന്നിട്ടുള്ള പലരും അധികം ഒരുപക്ഷെ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കില്ല, ഒരുപക്ഷെ അധികം സ്കിൽ ഉള്ളവരുണ്ടായിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു നമ്മളുടെ കുറേ കാലം കഴിഞ്ഞിട്ട് പോകുന്നവർ അവരാണ് ഈ തിരിച്ചു വരുമ്പോൾ അവർ വളരെ അല്പം ക്ഷീണിതരായിട്ട് വരുന്നത്. അവർക്ക് വലിയ വലിയ ശമ്പളമൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷെ അവരുടെ മക്കള് ഇന്ന് ദേ ആർ ഹൈലി എഡ്യൂക്കേറ്റഡ്. അറ്റ്ലീസ്റ്റ് ദേ ആർ കമ്മിങ് ബാക്ക്, ബട്ട് ദേ മസ്റ്റ് ഹാവ് ഇൻവെസ്റ്റഡ് ഓൺ ദെയർ ചിൽഡ്രൻ എന്നുള്ളതാണ് എൻ്റെ അതായിരിക്കും ഒരു പക്ഷേ അതാണ്. ആൻഡ് ദേ ആൾസോ ഹാവ് സാറ്റിസ്ഫാക്ഷൻ ഓൺ ദം. നമ്മൾ എനിക്കറിയാം എൻ്റെ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന വളരെ ഇപ്പോൾ സ്കിൽഡായിട്ട് ജോലി ചെയ്തിരുന്ന അവരുടെ മക്കൾ ഇന്ന് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അക്കൗണ്ടൻസും ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻവെസ്റ്റഡ്. ആൻഡ് നമ്മൾക്ക് കുറേ അധികം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിനുശേഷം നമ്മൾ 90-കൾക്ക് ശേഷം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കേരളത്തിൻ്റെ പുരോഗമനത്തിന് അത് കൂട്ടായി നിന്നിട്ടുണ്ട്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല, ഇപ്പോൾ ലോകം മൊത്തം പ്രവാസം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ താങ്കളെ പോലെയുള്ള ജീവിതത്തിൽ ആദ്യം ബുദ്ധിമുട്ടിയെങ്കിലും പിന്നെ നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു, അവർക്കൊരു അഡ്വൈസ് കൊടുക്കണേ, എന്തായിരിക്കും കൊടുക്കേണ്ടത്? അവർക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പൈസ ഉണ്ടാക്കിയ ആളെ പൈസ എങ്ങനെ സൂക്ഷിക്കണം നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കേരള ഗവൺമെന്റിന്റെ ഒരു ഐഡിയ ഉണ്ടല്ലോ, നമ്മൾ പൂൾ ദി റിസോഴ്സസ്, പൂൾ ദ ഹ്യൂമൻ റിസോഴ്സസ്, മേക്ക് ദം അവൈലബിൾ ടു വെർ എവർ ഇറ്റ് ഈസ് വാണ്ടഡ്. ഒരു പൂളിംഗ് ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ദാറ്റ് വിൽ ഹെൽപ്പ് ദം. പക്ഷേ അവരുടെ മൈൻഡ് സെറ്റും ആൾസോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഒരു കാര്യം നോക്കണം, കേരളീയരുടെ ഒരു മനസ്ഥിതി എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ചെയ്യാൻ മടിക്കുന്ന ചില ജോലികളുണ്ട്. അത് അവിടെ ചെയ്യുന്നില്ല, നമുക്ക് യാതൊരു സന്തോഷത്തോടു കൂടി ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് പൈസയും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അതേ ജോലി ഇത്രയും നാളം അവിടെ നിന്നിട്ട് പിന്നെ ഇവിടെ വന്ന് നിൽക്കാം. നമ്മളുടെ ഒരു ഡിഗ്നിറ്റി ഓഫ് ലേബർ ഈസ് സ്റ്റിൽ വി ഹാവ് ടു അഡ്വാൻസ് ഇൻ ദാറ്റ്. അപ്പം അതിൻ്റെ ആ വ്യത്യാസം ഇപ്പോഴും നമ്മുടെ സമുദായത്തിൽ മാറിയിട്ടില്ല, സൊസൈറ്റിയിൽ മാറിയിട്ടില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്ട് ഉണ്ടെന്നുള്ള തോന്നൽ. അതെ. ആൻഡ് എവറി പ്രൊഫഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഈവൻ ഫ്രം എ tea boy to the managing director. If the driver did not drive the car, you cannot reach the time. The tea boy did not make the tea, you cannot. So that dignity of labor and the importance of the labor, that must be. അത് എങ്ങനെ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന്? There is a change happening. But it has to, the new generation, ഇപ്പോൾ 2000 ശേഷം പോകുന്ന ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാർ, they will do better than what our previous guys. ഞങ്ങളൊക്കെ പോയത് 70-ലല്ലേ. 70 അന്നൊക്കെ പോകുമ്പോൾ മലയാളികളുടെ അന്ന് ഏറ്റവും വിദ്യാഭ്യാസം ഇല്ലാത്ത നോർത്ത് മലബാറിൽ നിന്നും
പഠിച്ച ഇവർ സൗത്ത് കേരളയിൽ നിന്നും സെൻട്രൽ കേരളയിൽ നിന്നുള്ള ഒരു സർവീസ് ഓറിയൻറ്റഡ് പീപ്പിൾ, അങ്ങനെ ഒരു മിക്സറായിരുന്നു. പക്ഷെ അവരെല്ലാവരും വളരെയധികം ത്യാഗം അനുഭവിച്ച് ഏതൊരു ചുറ്റുപാടിലും അതിനോട് അതിനോട് ഒരുമിച്ച് സഹിച്ച്. കാരണം വി വർ ഓൾ തിങ്കിങ് അബൌട്ട് ബാക്ക് ഹോം. Our intention was not only to get the job but to support the whole family. And upbringing of the family was our mission. Today's generation, after 1990 ശേഷം പോയ കുട്ടികൾ, they are that burden is not there. That burden is not with them. So that is the difference. So things are different. ഇനിയിപ്പോൾ പോകുന്ന ആൾക്കാരുടെ ഇപ്പം നമ്മൾ കണ്ടു വരുന്ന ആ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാൻ വഴിയില്ല. ആൻഡ് മോസ്റ്റ്ലി അവർ സ്കിൽ ലെവൽ ഹാവ് ഇംപ്രൂവ്ഡ്, അവർ എഡ്യൂക്കേഷൻ ലെവൽ ഹാവ് ഇംപ്രൂവ്ഡ്, അവർ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഹാസ് ബീൻ ഇംപ്രൂവ്ഡ്. അതിപ്പോ 1990s മുതലുണ്ടായ ഒരു ചേഞ്ചിനേക്കാൾ വേറൊരു തരത്തിലുള്ള ചേഞ്ച് ആയിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. പ്ലസ് നൗ ഇറ്റ് ഇസ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നു. ഇനിയിപ്പോൾ ഈ പുതിയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഈ ചാറ്റ് GPT-യും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ടാവുന്ന ജോലി വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ, ജോലിയുടെ റിക്വയർമെൻറ്റ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾക്കും നമ്മളുടെ ഗവൺമെൻറ്റിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കഴിയണം. അവരുടെ ഈ പുതിയ തലമുറയെ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് അവരെ സജ്ജരാക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഏതായാലും താങ്കളെപ്പോലെ ഉള്ള ആൾക്കാരാണ് ഈ പുതു തലമുറയ്ക്ക് ഒരു പ്രചോദനം എന്ന് പറയാൻ പറ്റുന്നത്. കാരണം പോയി നമ്മളേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും അത് ചെറിയ തോതിലല്ലല്ലോ, നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്ത താങ്കളെപ്പോലെയുള്ള ആൾക്കാരെയാണ് ഈ പുതിയ ജനറേഷൻ നോക്കി കാണുന്നത്. അല്ല, അത് നമുക്ക് എപ്പോഴും നോക്കും. അത് ഞങ്ങളൊക്കെ വളരെ മുമ്പേ തുടങ്ങി വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് ആ ബുദ്ധിമുട്ട് ആ ജനറേഷൻ, ഞാൻ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, നമ്മളുടെ ഈ കേരളീയർ മുഴുവനും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ. ഒരു 1960s 70s അന്ന് അരിയില്ലാണ്ട് മക്രോണി വന്നപ്പോൾ ഗവൺമെന്റ് വരെ പോയ സമയമുണ്ട്. നിങ്ങൾക്ക് ഒന്നും ഉണ്ടായില്ല. നമുക്കറിയാവുന്ന കാലങ്ങളാണ് അതെല്ലാം. ഏതായാലും ആ കാലഘട്ടത്തിൽ ആ ബുദ്ധിമുട്ടിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് അഭിമാനിക്കാവുന്ന തരത്തിൽ എത്രയോ അവാർഡുകൾ താങ്കളെ തേടിയെത്തിയിരിക്കും. അത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. താങ്കളെപ്പോലെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ ലോക കേരള സഭയിൽ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഈ ഞങ്ങളോടൊപ്പം വന്ന് താങ്കളുടെ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞു. എന്നെ ക്ഷണിച്ചതിൽ നന്ദി. ഇങ്ങനെ ഇത് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ സാധിച്ചതിൽ എനിക്കും കൃതാർത്ഥതയുണ്ട്. താങ്ക് യു. ലോക കേരള സഭയിൽ പങ്കെടുക്കാനായിട്ട് ബഹ്റിനിൽ നിന്നും മറ്റൊരു അതിഥി എത്തിയിട്ടുണ്ട്. ഷാനവാസ് PK. നമസ്കാരം. നമസ്കാരം. നമ്മൾ ബഹ്റിനിൽ നിന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതെങ്കിലും സംഘടനയെ റെപ്രസെന്റ് ചെയ്താണോ വന്നിരിക്കുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ടാണോ? ഞാൻ ബഹ്റൈൻ പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറത്തിൻ്റെ രക്ഷാധികാരിയാണ്. ഓക്കെ. അതിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയിലാണ്, രക്ഷാധികാരി എന്നുള്ള നിലയിലാണ്. ഓക്കെ. അപ്പോൾ ഈ ലോക കേരള സഭ കൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ബഹ്റിനിലുള്ള മലയാളികൾക്കുണ്ടായിട്ടുള്ളത്? ലോക കേരള സഭ എന്നുകൊണ്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളികൾ വിവിധ രാജ്യങ്ങളിൽ എറൗണ്ട് ദ ഗ്ലോബായിട്ട് മൈഗ്രേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ ആശങ്കകളും അവരുടെ ആവശ്യങ്ങളും നമ്മളെപ്പോലുള്ള അതൊക്കെ പങ്കുവെക്കാനുള്ളൊരു വേദി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളടക്കമുള്ള ഒഫീഷ്യൽസ്, തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, മന്ത്രിമാർ എല്ലാവരും അടങ്ങുന്നൊരു സഭ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലുള്ള നമ്മുടെ വിഷൻസും നമ്മുടെ എക്സ്പീരിയൻസും നമ്മൾ ആർജിച്ച നമ്മുടെ സ്കില്ലും എല്ലാം ഈ നമ്മുടെ നാടിനു വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ഒരു ചർച്ചയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് റിസൾട്ടും നമ്മുടെ നാടിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു ചർച്ചയാണ് നടന്നത്. അത് വളരെ ക്രിയാത്മകമായ രൂപത്തിൽ സർക്കാർ നടപ്പിലാക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം.
പിന്നെ ബഹ്റൈനെ സംബന്ധിച്ച് ബഹ്റൈൻ അറിയാമല്ലോ, ഒരു ചെറിയ രാജ്യമാണ്, എങ്കിലും എന്നാലും വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ബഹ്റൈനിലുള്ള പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ ആളുകളുടെ പലതരത്തിലുള്ള ഗ്രിവൻസസ് ഉണ്ടാവാറുണ്ട്. അതിലെല്ലാം ലോകസഭാ മെമ്പർമാരെ അറിയിക്കുകയും അത് ഓരോരുത്തർ സൗകര്യങ്ങളൊക്കെ അനുസരിച്ചും അവരുടെ കഴിവിൻ്റെ പരമാവധി അത്തരം വിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. ഓക്കെ. പൊതുവെ ഒരു ചോദ്യം ഉന്നയിക്കാറുണ്ട്, ഒരുപക്ഷെ മാധ്യമങ്ങളാവാം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളാവാം, എന്തിനു വേണ്ടി ലോക കേരള സഭ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോക കേരള സഭയിലൂടെ നടന്നിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയണേ, എന്തായിരിക്കും പറയാനുള്ളത്? ലോക കേരള സഭയിൽ പോസിറ്റീവായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ചെറിയ ഉദാഹരണം തന്നെ എടുത്ത് പരിശോധിക്കാം. ഇപ്പോൾ ഉക്രൈനിൽ വാർ നടന്നു. അപ്പോൾ യുക്രൈൻ വാറിൽ നമ്മൾ ഒരുപാട് 10,000-15,000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ നമ്മൾ അവിടെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ ഈ ലോക കേരള സഭയും അതിനോടനുബന്ധിച്ച് മെമ്പർമാരും അവിടെ ഉള്ളവരും അതുപോലെ നോർക്കയും നേതൃത്വം കൊടുത്തിട്ടാണ് അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് അത് സോർട്ട് ഔട്ട് ചെയ്തത്. അതുപോലെ ഈ പറയുന്നത് പോലെ നമ്മളെല്ലാവരും നമ്മൾ ആർജിച്ച എക്സ്പീരിയൻസ്, തൊഴിൽ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ നമ്മൾ ആർജിച്ച സ്കില്ല്, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു പ്രവാസികളുടെ കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് വേണ്ടി അത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അണ്ടറിൽ ഒരു പദ്ധതി ഇപ്പോൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പദ്ധതികളാണ്. അതുപോലെ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചുകൊണ്ട് പ്രവാസികൾക്ക് ഒരു പെൻഷൻ പദ്ധതി പോലെ ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഇടതുപക്ഷ സർക്കാരാണ് ഈ നോർക്ക എന്നൊരു ഡിപ്പാർട്ട്മെന്റ് പോലും പണ്ട് സഖാവ് നായനാരുടെ കാലത്താണ് രൂപീകരിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അത് ഇങ്ങനെ ഒരു പ്രവാസികളെ ഒരു നമ്മുടെ ഭരണത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു ബോധം നമ്മളിൽ ഉണ്ടാക്കിയെടുത്തതും ഈ സർക്കാരാണ്. അറൗണ്ട് 103 വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടിയിട്ടോ ബിസിനസ് അർത്ഥമോ വിദ്യാഭ്യാസ അർത്ഥമോ ഒക്കെ പോയിട്ടുള്ള മലയാളികളെല്ലാവരും കൂടി ഒരു അമ്പർലയുടെ ഒരു കുടയുടെ കീഴിൽ അണിനിരക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ മഹത്തായ കാര്യമല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് പരസ്പരം നമ്മുടെ അറിയാനെങ്കിലും കഴിയുമല്ലോ. അങ്ങനെ ഒരു അവസരം നമ്മുടെ കേരള സർക്കാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു വലിയ കാര്യമാണത്. അല്ല, ഇത് വളരുന്നു എന്നുള്ളതിന് ഏക തെളിവാണല്ലോ. ഇപ്പോൾ ഒന്നാം ലോക കേരള സഭ കൂടിയപ്പോൾ കുറച്ച് രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. 30 രാജ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞോട്ട് പോവുകയല്ലോ, ഇല്ലേ? അപ്പൊ അത്രത്തോളം അത് പ്രവാസി മലയാളികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് 8 തരത്തിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലും അതിൽ പ്രാവീണ്യം നേടിയ പ്രവാസി മലയാളികളുണ്ട്. അവർ കൊടുക്കുന്ന ഇൻപുട്ട് നമ്മൾ ഗവൺമെൻറ്റിൽ ഡയറക്റ്റായിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു 10% ഉപയോഗപ്പെടുത്തിയാൽ തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മളെ മലയാളികളായ വിദേശ സർവകലാശാലകളിൽ ഡീനായിട്ടും അധ്യാപകരായിട്ടും ഗവേഷകരായിട്ടും വലിയ വലിയ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നവരായിട്ട് എക്സ്പീരിയൻസ് ആർജിച്ച് ഒത്തിരി ആളുകളുണ്ട്. ഇപ്പോൾ നമ്മളെ എൻവയോൺമെൻറ്റൽ സയൻസ്, ടെക്നോളജിക്കൽ, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മുടെ നാടിന് വേണ്ടി ഉപയോഗിക്കാൻ, അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ കാലഘട്ടങ്ങളിൽ ആർജിച്ച അവരുടെ പരിചയ സമ്പത്ത് അത് നാടിനു വേണ്ടിയും നാടിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും അല്ലെങ്കിൽ നാടിന്റെ സാങ്കേതിക രംഗത്തൊക്കെ ഉപയോഗപ്പെടുത്താൻ ഉള്ള ഒരു മഹത്തായ സമിതിയാണിത്. അഭിലഷണീയമായ ഒരു പദ്ധതിയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ ടെക്നോളജി തന്നെ എത്ര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത് ലോകത്ത് എവിടെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായാലും അത് നമ്മളിലേക്ക് ഉടനെ എത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ട ലോക മലയാളി എന്ന ഡിജിറ്റൽ പോർട്ടൽ. അതൊരു വലിയ സംരംഭമല്ലേ? പിന്നെ അതിൽ കൂടെ തന്നെ നമുക്ക് പരസ്പരം അത് അറിയാനുള്ള, ഇൻസ്റ്റന്റ് ആയിട്ട് അറിയാനുള്ള ഒരു സാഹചര്യം അറിയാനും ഒക്കെ ഉള്ളൊരു ഇതാണ്. അല്ല, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളെല്ലാം പോയി അവിടെ ഇത്രയും ദിവസം ഇരുന്ന് സംസാരിച്ചിട്ട് എന്ത് നടപ്പാക്കി എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെ ഏറ്റവും പ്രൈം എക്സാമ്പിൾസ് അല്ലേ? ഒത്തിരി കാര്യങ്ങൾ നടപ്പാക്കിയിട്ട് ഇപ്പൊ നമ്മൾ അവർ ഇഷ്യൂ ചെയ്താൽ അത് വായിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് കാര്യം, ഇപ്പൊ 1-2 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പ് മിഷനോട് ബന്ധപ്പെട്ട്, പിന്നെ അതുപോലെ ഈ പ്രവാസികളുടെ മക്കൾക്ക് സ്റ്റാർട്ടപ്പ് മിഷൻ നടത്താനുള്ള അലവൻസ് ഒരു
സാമ്പത്തിക സഹായം, പിന്നെ ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ ഇപ്പോൾ പിന്നെ മൈഗ്രേറ്റഡ് ഇൻവെസ്റ്റേഴ്സ്, ഐ മീൻ പ്രവാസികളായിട്ട് ഇൻവെസ്റ്റേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ പോസിറ്റീവ് പറയുകയല്ല, ഞാൻ പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഈ നോർക്കയിലൂടെയോ അല്ലെങ്കിൽ ഈ ലോക കേരള സഭയിലൂടെയോ? നടക്കാതെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ ഒരു ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാസികളായ സാധാരണക്കാർക്കും അതുവരെ ഒരു മിഡിൽ ക്ലാസ് വരെയുള്ളവർക്ക് ഒരു പെൻഷൻ പദ്ധതി എന്നുള്ള നിലയിൽ ഒരു സോഷ്യൽ ഇൻഷുറൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ എന്നോട് ആരാഞ്ഞിരുന്നു എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്. കുറച്ചും കൂടി ഗഹനമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഞാൻ ഇപ്രാവശ്യം അത് കൊണ്ടുവന്നിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല സംരംഭമായിരിക്കും. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച്, സാധാരണ ഇപ്പോൾ ഗൾഫ് പ്രവാസികളെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. അവരുടെ പ്രവാസകാലത്തിന് ശേഷം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള സാധാരണ പ്രവാസികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അതിനെക്കുറിച്ചാണ് ടെൻഷൻ, അതിനെക്കുറിച്ചാണ് അവരുടെ എപ്പോഴും ഉള്ളത്. കാരണം അവരൊരു പോയി ചെറിയ സാലറി ജോലി ചെയ്തു, ഒരു വീട് വെച്ച്, കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് വരുമ്പോൾ നാട്ടിൽ വരുമ്പോഴത്തിന് വളരെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ അത് കഴിയാൻ ഒരു പെൻഷൻ പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ, അത് ഗവൺമെന്റിനും കൂടി മെച്ചമുണ്ടാകുന്ന ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഇത് ഷെയർ ചെയ്യാനും നിയമത്തിന്റെ പരിധിക്കുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു 100 കാര്യം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? അതെ, ചിലതൊക്കെ ചെയ്യാൻ പറ്റാത്തതും ഉണ്ടായിരിക്കും. അതെ അതെ, നിയമങ്ങളും പിന്നെ ഇതെല്ലാം അനുവദിക്കണ്ടേ, നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുവദിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും. എന്തുകൊണ്ടും നമുക്ക് ഈ ലോക കേരള സഭ എന്ന് പറയുന്നതും നോർക്ക എന്ന് പറയുന്നതും പ്രവാസി മലയാളികൾക്ക് ഒരു ആശ്വാസം നൽകുന്ന ഒരു തീർച്ചയായിട്ടും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ പരസ്പരം അറിയാൻ കഴിയുന്നുണ്ടല്ലോ. ഇപ്പൊ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇപ്പൊ ലോകം തന്നെ ഇപ്പൊ ഒരു വില്ലേജായി മാറി, ഗ്ലോബൽ വില്ലേജ്. അപ്പൊ ആ അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ ആഫ്രിക്കയിൽ നിന്ന് വരെ റെപ്രസെന്റേഷൻ ഉണ്ട്, ഉഗാണ്ടയിൽ നിന്ന് റെപ്രസെന്റേഷൻ. ഇതിപ്പോ നേരത്തെ നമ്മൾ പറയുമായിരുന്നു അകം കേരളം പുറം കേരളം എന്ന് പറയുന്നതൊക്കെ ഇപ്പൊ യഥാർത്ഥത്തിൽ അകവും പുറവും ഒന്നായ ഒരു ലക്ഷണത്തിലാണ് എത്തിയിരിക്കുന്നത്. ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാ പ്രവാസി മലയാളികളുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രവാസി മലയാളികളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത ആഴ്ച ഇതേ വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.